ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ആ ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും ഡിസ്കോഴ്സും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് ഇതാണ്: ഹൗ മച്ച് മണി ഡിഡ് ഡെല്ല സേവ് ടു ബൈ ജിം എ ഗിഫ്റ്റ്? ഡു യു യൂഷ്വലി സേവ് മണി ഫോർ എ സ്പെസിഫിക് പർപ്പസ്? ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെല്ല എത്ര എമൗണ്ട് ആണ് ജിമ്മിന് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് സേവ് ചെയ്ത് വെച്ചത്? ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എമൗണ്ട് സേവ് ചെയ്ത് വെക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഡോളേഴ്സ് ആണ് ഡെല്ല സേവ് ചെയ്ത് വെച്ചത്? സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ അതിൽ എത്രയാണ്? ഡെല്ല സേവ്ഡ് $1.87 ടു ബൈ എ ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ജിം. എത്രയാണ്? $1.87 ഡെല്ല സേവ് ചെയ്ത് വെച്ചത്. ഇനി അടുത്തത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എഴുതേണ്ടത്. ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഐ യൂഷ്വലി സേവ് മണി ഫോർ എ സ്പെസിഫിക് പർപ്പസ്. I save my pocket money to buy books or small gifts for my family members during festivals. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി സേവ് ചെയ്ത് ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ചെറിയ ബുക്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ്സോ വാങ്ങിക്കൊടുക്കാറുണ്ട്. സേവിങ് മണി മേക്സ് മീ ഫീൽ റെസ്പോൺസിബിൾ ആൻഡ് ഹാപ്പി വെൻ ഐ ക്യാൻ ബൈ സംതിങ് യൂസ്ഫുൾ ഓർ മീനിങ്. പൈസ സേവ് ചെയ്ത് വെക്കുന്നതിലൂടെ എനിക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും അർത്ഥവത്തായ കാര്യങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിന്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദെയർ പൊസിഷൻസ് വർ ഡെല്ല ആൻഡ് ജിം എസ്പെഷ്യലി പ്രൗഡ് ഓഫ്? അപ്പൊ തങ്ങൾക്കുള്ള രണ്ട് കാര്യങ്ങളിൽ വളരെയധികം അഭിമാനമുണ്ട് ഡെല്ലയ്ക്കും ജിമ്മിനും എന്ന് പറയുന്നുണ്ട് അല്ലേ? ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? Della was especially proud of her long and beautiful hair, while Jim was proud of his gold watch, which was passed down through generations in his family. എന്തൊക്കെയാണ്? ഡെല്ലയുടെ ലോങ് ഹെയറിലാണ് ഡെല്ല പ്രൗഡ് ആയിരിക്കുന്നത്. ഒരു ബ്രൗൺ വാട്ടർഫോൾ പോലെയാണ് ആ ലോങ് ഹെയർ എന്ന് ഓ ഹെൻറി തന്നെ ഇതിൽ പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ജിമ്മിന് എന്താണ്? ജിമ്മിന് ഒരു ഗോൾഡ് വാച്ച് ഉണ്ട്. അത് ജിമ്മിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിലുള്ളതായിരുന്നു. പിന്നെ അത് ഫാദറിലേക്ക് എത്തി, പിന്നെ അത് ജിമ്മിന്റെ പൊസിഷനായി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഡെല്ലയും ജിമ്മും പ്രൗഡ് ആയിരിക്കുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്: ജിംസ് വാച്ച് വാസ് എ വാല്യുബിൾ ഹെയർലൂം വിച്ച് ഹി ചെറിഷ്ഡ് വെരി മച്ച്. ഡു യു ഹാവ് എനി സച്ച് ഒബ്ജക്ട് ഓഫ് സെന്റിമെന്റൽ വാല്യൂ? ഷെയർ യുവർ തോട്ട്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജിമ്മിന്റെ കയ്യിലുള്ള ആ ഗോൾഡ് വാച്ച് തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഹെയർലൂം എന്ന് പറഞ്ഞാൽ അവകാശികൾ ഇങ്ങനെ കൈമാറി കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സെന്റിമെന്റൽ ആയിട്ട് എന്തെങ്കിലും അടുപ്പമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റിയാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ നമുക്കൊരു മോഡൽ നോക്കാം. യെസ്, ഐ ഹാവ് ആൻ ഒബ്ജക്ട് ഓഫ് സെന്റിമെന്റൽ വാല്യൂ. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താണ്? ഐ ഹാവ് എ സ്മോൾ ചെയിൻ ഗിഫ്റ്റഡ് ബൈ മൈ മദർ ഓൺ മൈ ബർത്ത്ഡേ. എന്താണ്? എൻ്റെ പിറന്നാളിന് എൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു ചെയിൻ ആണ് അങ്ങനെയുള്ളത്. Though it is not very costly, it is precious to me because it reminds me of her love and care. അതത്ര വിലപിടിപ്പുള്ള ഒരു ചെയിൻ അല്ലെങ്കിൽ കൂടി എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അമ്മയുടെ സ്നേഹവും കരുതലൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ചെയിൻ. ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ സെന്റിമെന്റൽ വാല്യൂ ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് തോട്ട്സ് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം വരുന്നത്: Why did Della think that the gold watch chain was a suitable gift for Jim? എന്തുകൊണ്ടാണ് ഗോൾഡ് വാച്ചിന്, ഒരു ചെയിനാണ് ജിമ്മിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമ്മാനം എന്ന് ഡെല്ല ചിന്തിച്ചത് എന്നാണ് ചോദ്യം. Della felt the gold watch chain was a suitable gift because Jim's watch was very valuable and needed a proper chain. ജിമ്മിന്റെ വാച്ച് വളരെയധികം വാല്യുബിൾ ആണ്, അതുപോലെ തന്നെ അതിനൊരു ചെയിന്റെ ആവശ്യം കൂടിയുണ്ട്. ദ ചെയിൻ വാസ് സിമ്പിൾ, എലഗന്റ് ആൻഡ് മാച്ച്ഡ് ജിംസ് ക്വൈറ്റ് ആൻഡ് നോബിൾ ക്യാരക്ടർ. ഇപ്പൊ ജിമ്മിന്റെ സ്വഭാവം പോലെ തന്നെ വളരെ ശാന്തമായതും എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗോൾഡ് ചെയിനും. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആണ്, പക്ഷെ അത് അത്രയും വാല്യുബിൾ ആണ്. ഇപ്പൊ ജിമ്മിന് ഈ വാച്ചിന് ചെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ അടുത്തില്ലാത്തപ്പോഴാണ് ഈ വാച്ച് പുറത്തേക്ക് എടുത്ത് ജിം സമയം നോക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കൂടിയാണ് ഡെല്ല ജിമ്മിന് ഈ വാച്ചിന്റെ ചെയിൻ വാങ്ങി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് വാസ് ജിംസ് ഇനീഷ്യൽ റിയാക്ഷൻ വെൻ ഹി സോ ഡെല്ല വിതൗട്ട് ഹെർ ഫ്ലോയിങ് ഹെയർ? ഡെല്ലയുടെ ആ ബ്യൂട്ടിഫുൾ ഹെയർ ഇല്ലാതെ കണ്ടപ്പോൾ ജിമ്മിന്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു എന്നാണ്. ജിം വാസ് ഷോക്ക്ഡ് ആൻഡ് സ്പീച്ച്ലെസ് വെൻ ഹി സോ ഡെല്ല വിതൗട്ട് ഹെർ ലോങ് ഹെയർ. ജിം ആദ്യമായിട്ട് ഡെല്ലയും ആ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം കണ്ടപ്പോൾ സ്പീച്ച്ലെസ് ആയി, അതായത് ഒന്നും സംസാരിക്കാതെ ഷോക്ക്ഡ് ആയിട്ടാണ് നിന്നത്. ഹി സ്റ്റെയർഡ് അറ്റ് ഹെർ സൈലന്റ്ലി ബിക്കോസ് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാഡ് ഹാപ്പൻഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം ഡെല്ലയെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പ്രഷനോട് കൂടി ജിം നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മിന് മനസ്സിലായില്ല എന്താണ് ഒരു മാറ്റം, എന്താണ് പറ്റിയത് എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് ജിം ഡെല്ലയെ നോക്കുകയാണ് ചെയ്യുന്നത് ഷോക്കിൽ. അടുത്ത ചോദ്യം വരുന്നത്: വാട്ട് ഈസ് $1.87 വർത്ത് ഇൻ ഇന്ത്യൻ റുപ്പീസ് ടുഡേ?
അപ്പോൾ ഡെല്ല സേവ് ചെയ്ത് വെച്ച $1.87 ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Today, $1.87 is approximately equal to rupees 170 in Indian currency. അപ്പോൾ ഇന്ത്യൻ രൂപയിൽ 170 രൂപയാണ് ഏകദേശം $1.87. This amount shows how little money Della had, yet how great her love was. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എത്രയും കുറവ് പൈസയാണ് ഡെല്ലയുടെ കയ്യിൽ ഉള്ളത് എന്നും അതുപോലെ തന്നെ അവളുടെ എല്ലാം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുമാണ്. അടുത്ത ചോദ്യം എന്താണ്? Why did Della cry when she opened Jim's gift? ജിം കൊടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ഡെല്ല എന്തുകൊണ്ടാണ് കരഞ്ഞത് എന്നാണ്. ഡെല്ല cried because Jim had sold his precious gold watch to buy the beautiful combs for her hair. ഡെല്ലയുടെ ആ ബ്യൂട്ടിഫുൾ ഹെയറിന് വേണ്ടി കോംബ് വാങ്ങാൻ വേണ്ടി എന്താണ് ചെയ്തത്? ജിമ്മിന്റെ ആ ഗോൾഡ് വാച്ച് വിൽക്കുകയാണ് ചെയ്തത് അല്ലെ. Though she loved the gift, she felt emotional because her hair was already gone. അപ്പം ഡെല്ലയ്ക്ക് എന്തായിരുന്നു സങ്കടത്തിന് കാരണം? ഡെല്ലയ്ക്ക് ആ സമ്മാനം ഇഷ്ടമായെങ്കിലും ആ ബ്യൂട്ടിഫുൾ ഹെയർ ഇപ്പോൾ ഡെല്ലയുടെ കയ്യിലില്ല. അതുപോലെ തന്നെ ജിമ്മിന് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വാച്ച് വിറ്റിട്ടാണ് ഈ കോംബോ വാങ്ങിയതല്ലേ. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഡെല്ല കരയാനായിട്ട് കാരണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം വരുന്നത്, You will have to look at your watch 100 times a day now. Why does Della say so? ഡെല്ല പറയുന്നുണ്ട് ഇനി നീ ഈ വാച്ച് ഒരു ദിവസത്തിൽ തന്നെ 100 തവണ എടുക്കുന്നു. അത് പറയാൻ എന്താണ് കാരണം? Della sees this happily because she believes the new gold chain will make him admire and use his watch more often. എന്താ കാരണം? പുതിയ ഗോൾഡ് ചെയിൻ ഒക്കെ ഇട്ട് നമുക്കൊരു പുതിയ കാര്യം കിട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തത് നോക്കൂല്ലേ, അതുപോലെ പുതിയ ഗോൾഡ് ചെയിൻ ഒക്കെ ഇട്ട കാരണം അത് കുറച്ചുകൂടി ജിമ്മിന് അത് ഇഷ്ടപ്പെട്ട് അതൊന്ന് കാണാനായിട്ട് ഒരു ദിവസം തന്നെ 100 തവണ ജിം അത് എടുത്തു നോക്കും എന്നാണ് ഡെല്ല പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ് വരുന്നത് നോക്കാം. Why did Jim and Della decide to put their gifts aside for some time? ജിം പറയുന്നുണ്ട് ഇനി നമ്മളുടെ ഈ ഗിഫ്റ്റ് ഒക്കെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാന്ന്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? They decided to keep their gifts aside because Jim no longer had the watch and Della no longer had her hair. എന്താണ്? ജിമ്മിന് വേണ്ടി ഡെല്ല ഒരു ചെയിൻ ആണ് വാങ്ങിയത്, പക്ഷെ അതിനുള്ള വാച്ച് ജിമ്മിന്റെ കയ്യിലില്ല. അതുപോലെ ഡെല്ലയ്ക്ക് വേണ്ടി കോംബ് വാങ്ങിയെങ്കിലും അത് ഈരാനായിട്ട് മുടി ഡെല്ലയ്ക്കില്ല. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും അവർക്ക് അത്രയും വാല്യുബിൾ ആണ്, അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ജിം പറയുന്നത് നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാന്ന്. They understood that their love was more important than using the gift. അപ്പൊ അവർക്ക് മനസ്സിലാവാണ് ഈ സമ്മാനങ്ങളെക്കാൾ കൂടുതൽ എന്താണ് അവിടെ ഇമ്പോർട്ടന്റ്? അവരുടെ സ്നേഹം തന്നെയാണ്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലേ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഹെയറും ഈ ഗോൾഡ് വാച്ചും വിറ്റത്. അപ്പൊ അവര് മനസ്സിലാക്കുകയാണ് നമ്മുടെ സ്നേഹം തന്നെയാണ് ഈ ഗിഫ്റ്റുകളെക്കാളും ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഇവിടെ ഉള്ളതെന്ന്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, അടുത്ത ചോദ്യം ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ഭാഗത്തിൽ നിന്നാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ വാട്ട് വേ ഡസ് ദ സ്റ്റോറി ചാലഞ്ച് ദ ട്രഡീഷണൽ നോഷൻസ് ഓഫ് പോവർട്ടി ആൻഡ് വെൽത്ത്? അതായത് കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ധനം അല്ലെങ്കിൽ ദാരിദ്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ഈ കഥ ചലഞ്ച് ചെയ്യുന്നത്, അതിനെതിരെ എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റോറി കൊണ്ടുപോകുന്നതെന്നാണ്. ദ സ്റ്റോറി ഷോസ് ദാറ്റ് പീപ്പിൾ മേ ബി പുവർ ഇൻ മണി ബട്ട് റിച്ച് ഇൻ ലവ്. എന്താണ്? പണം കൊണ്ട് അവർ ദരിദ്രരാണെങ്കിലും സ്നേഹം കൊണ്ട് ജിമ്മും ഡെല്ലയും സമ്പന്നരാണ്. Though Jim and Della had very little money, they were emotionally rich because they were ready to sacrifice their most valuable possessions for each other. എന്താണ്? ജിമ്മും ഡെല്ലയും പണം കൊണ്ട് ദരിദ്രരാണ്, അവരുടെ കയ്യിൽ വളരെ കുറച്ച് ധനം മാത്രമേ ഉള്ളൂ എങ്കിലും അവർ ഇമോഷണലി റിച്ച് ആണ്. അവർക്ക് സ്നേഹം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം എന്താണ്? അവരുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സാക്രിഫൈസ് ചെയ്ത് ഗിഫ്റ്റ് വാങ്ങുന്നത്. അവരുടെ വാല്യുബിൾ പൊസഷൻസ്, അവരുടെ കയ്യിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വിറ്റിട്ടാണ് അവർ സമ്മാനം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവര് എന്താണ്? ഇമോഷണലി റിച്ച് ആണ്, സ്നേഹം കൊണ്ട് അവര് ധനികരാണ്. അങ്ങനെയാണ് ഓ ഹെൻറിയുടെ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറി ട്രഡീഷണലി കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ധനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചാലഞ്ച് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഡസ് ദ ഓതർ ബ്രിങ് എ ടച്ച് ഓഫ് ഐറണി ടു ദ സ്റ്റോറി? ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്നാണ് അർത്ഥം. നമ്മൾ എന്ത് കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിപരീത രീതിയിൽ പറയാം, അതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വയ്യാതിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നല്ല സുഖമുണ്ട് എന്ന് പറയാണല്ലേ. അങ്ങനെ ആകുമ്പോൾ ശരിക്കും സുഖം എന്നുള്ള അർത്ഥത്തിലാണോ അവിടെ വരുന്നത്? അല്ല, നമുക്ക് വയ്യാതിരിക്കുകയാണ്. അപ്പൊ നമ്മളതിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു തമാശ രീതിയിൽ പറയാം. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്നാൽ നമ്മൾ പറയുമല്ലേ നന്നായി എന്ന് പറയും, പക്ഷെ അത് ശരിക്കും നന്നായി എന്നാണോ? നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് പറയാണ്. അതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ഒരു തമാശ കലർത്തി നമ്മൾ വിപരീത രീതിയിൽ അതിനെ പറയുന്നു. അപ്പൊ ഈ സ്റ്റോറിയിൽ എങ്ങനെയാണ് ഐറണി വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഓ ഹെൻറി ഐറണി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The irony lies in the fact that Della sold her hair to buy a chain for Jim's watch, while Jim sold his watch to buy combs for Della's hair.
ബോത്ത് സാക്രിഫൈസസ് മെയ്ഡ് ദി ഗിഫ്റ്റ്സ് അൺയൂസബിൾ. എന്താണ്, രണ്ടുപേരും അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഹെയറും വാച്ചും വിറ്റിട്ട് ഡെല്ലയ്ക്ക് കോമ്പും ജിമ്മിന് ചെയിനും വാങ്ങി. പക്ഷെ എന്താണ്, രണ്ട് സാക്രിഫൈസും കാരണം രണ്ട് ഗിഫ്റ്റും എന്താണ്, അൺയൂസബിൾ ആയി, ഒരു യൂസും ഇല്ലാതെ യൂസ്ലെസ് ആയി മാറി. രണ്ട് സമ്മാനങ്ങളും അവിടെ യൂസ്ലെസ് ആയി മാറുകയാണ്, ഒരു ഉപകാരവും ഇല്ല അല്ലെ രണ്ടും വാങ്ങിയിട്ട്. അതാണ് ഇവിടെ ഐറണി ആയിട്ട് വരുന്നത്, വിപരീത അർത്ഥം. രണ്ടുപേരും ഗിഫ്റ്റ് വാങ്ങി പക്ഷെ രണ്ടും യൂസ്ലെസ് ആയി. അങ്ങനെയാണ് ഓ ഹെൻറി ഇതിൽ ഐറണി കൊണ്ടുവരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഹൗ ഡസ് ദ അൺഎക്സ്പെക്ടഡ് എൻഡിങ് എംഫസൈസ് ദ വാല്യൂ ഓഫ് ലവ് ഓവർ മെറ്റീരിയൽ പൊസഷൻസ്. ഈ സ്റ്റോറിയിൽ ഇവർ രണ്ടുപേരും നമ്മളുടെ ഗിഫ്റ്റ് നമുക്ക് മാറ്റി വെക്കാൻ കുറച്ച് നേരത്തേക്ക് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കഥ അവസാനിക്കുകയാണ്. അതിനുശേഷം ഓ ഹെൻറി ആണല്ലേ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മളോട് പറയുന്നത് ഇവരാണ് ഗിഫ്റ്റ് തരുന്നവരിൽ ഏറ്റവും ജ്ഞാനികൾ, വൈസസ്റ്റ് എന്നൊക്കെ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ ഓ ഹെൻറിയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്റ്റോറി അവിടെ വെച്ച് അവസാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അവസാനിക്കുന്നത്? അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ ട്രൂ ലവിന്റെയും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഈ എൻഡിങ് നമ്മളിലേക്ക് എത്തിക്കുന്നത്? The ending shows that true love is more valuable than material gift. സ്റ്റോറിയിൽ അവസാനം ജിമ്മ് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം കുറച്ച് നേരത്തേക്കെന്ന്. അത് കാണിക്കുന്നത് എന്താണ്, അവർക്ക് മനസ്സിലാവാണ് അവരുടെ ട്രൂ ലവ് ആണ് ഈ ഗിഫ്റ്റ്സിനേക്കാളും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. Even though the gifts became useless, the sacrifices behind them proved the depth of Jim and Della's love. എന്താണ്, രണ്ട് സമ്മാനങ്ങളും യൂസ്ലെസ് ആയിപ്പോയി, പക്ഷെ ആ രണ്ട് കാര്യങ്ങളും വിറ്റതുകൊണ്ട് അവർക്ക് സ്വയം മനസ്സിലാവാണ് എത്രത്തോളം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു എന്ന്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഹെയറും ഗോൾഡ് വാച്ചും ആണ് അല്ലെ വിറ്റത്. അപ്പം ആ ഗിഫ്റ്റ് യൂസ്ലെസ് ആണെങ്കിലും ആ ഒരു സംഭവത്തിലൂടെ അവർക്ക് മനസ്സിലാവാണ് മെറ്റീരിയൽ ആയിട്ടുള്ള ഈ സംഭവങ്ങളെക്കാളും അല്ലെങ്കിൽ ഈ വസ്തുക്കളെക്കാളും ഒക്കെ ഏറ്റവും മുകളിലാണ് അവർക്ക് തമ്മിലുള്ള സ്നേഹം എന്ന്. അപ്പൊ അങ്ങനെയാണ് ഈ അൺഎക്സ്പെക്ടഡ് എൻഡിങ് മെറ്റീരിയൽ പൊസിഷൻസിനേക്കാളും വാല്യൂ ലവിനാണ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഭൗതികമായിട്ട് തൊടാനോ അല്ലെങ്കിൽ പണമായിട്ടോ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന വസ്തുക്കൾ. അപ്പൊ ആ വസ്തുക്കളെക്കാളും ഏറെ മുകളിലാണ് ഇവരുടെ സ്നേഹം എന്ന് അവർ തിരിച്ചറിയാണ്. അടുത്ത ചോദ്യം വരുന്നത്, why does the author consider Della and Jim the wisest among gift givers? അപ്പോൾ ഈ കഥയുടെ അവസാനത്തിൽ ഓഥർ പറയുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നവരിലും വാങ്ങുന്നവരിലും ഒക്കെ വെച്ചിട്ട് ഡെല്ലയും ജിമ്മുമാണ് ഏറ്റവും ജ്ഞാനികളെന്ന്. എന്തുകൊണ്ടാണ് ഓഥർ അങ്ങനെ പറയുന്നത്? The author calls them the wisest because they gave gifts with true love and sacrifice. ഓഥർ അവരെ ജ്ഞാനികൾ എന്ന് വിളിക്കാൻ കാരണം അവർ ത്യാഗം ചെയ്തിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനം വാങ്ങിയത്. They understood that the spirit of giving is more important than the price of the gift. അവർക്ക് മനസ്സിലാവാണ് ആ കൊടുക്കുന്നതിലാണ് അതിന്റെ വിലയേക്കാളേറെ മൂല്യമുള്ളത്. അത് എത്ര വിലയുള്ളതാണെങ്കിലും നമ്മൾ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കുന്നതിലാണ് സാധനത്തിന്റെ വിലയേക്കാളും ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് അവർ ത്യാഗം ചെയ്തിട്ട് ഈ ഗിഫ്റ്റ് വാങ്ങുന്നത്. അങ്ങനെയാണ് ഡെല്ലയെയും ജിമ്മിനെയും ഗിഫ്റ്റ് ഗിവേഴ്സിന്റെ ഇടയിലുള്ള ജ്ഞാനികൾ, വൈസസ്റ്റ് എന്ന് ഓഥർ പറയാൻ കാരണം. അപ്പൊ ഇവിടെ നമ്മുടെ ടെക്സ്റ്റഡ് ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്കോഴ്സസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. ആക്ടിവിറ്റി 1, read the story A Tale of Two Gifts and fill in the character map of Della. ഡെല്ലയുടെ ക്യാരക്ടർ മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡെല്ലയുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളാണ് ഈ ഓരോ കോളത്തിലും നമുക്ക് എഴുതേണ്ടത്. അവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഡെല്ല എന്ന് പറഞ്ഞിട്ട് ലവബിൾ ആണ്, സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. യങ് ആണ്, വളരെ യങ് ആയിട്ടുള്ള ചെറുപ്പം പ്രായമാണ് ഡെല്ലയ്ക്കുള്ളത്. ബാക്കി കാര്യങ്ങളാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റോറി ആലോചിച്ച് അതിലെ സന്ദർഭങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയാണ് ഡെല്ലയുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ എന്ന് നോക്കാം. അതിലാദ്യം വരുന്നത് സെൽഫ്ലെസ് ആണ്, അതായത് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡെല്ലയുടേത്. സ്വന്തം കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വാർത്ഥതയൊന്നും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണല്ലേ. അതുകൊണ്ട് തന്നെ സെൽഫ്ലെസ് എന്ന് പറയാം. അടുത്തത് കെയറിംഗ് ആണ്. അത് നമുക്ക് ജിമ്മിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അടുത്തത് ഡിവോട്ടഡ് വൈഫ്. തന്റെ ഹസ്ബൻഡിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിവോട്ടഡ് വൈഫാണ് ഡെല്ല. പിന്നെ നമുക്ക് ഡെല്ലയെ സാക്രിഫൈസിംഗ് എന്ന് പറയാല്ലേ. കാരണം എന്താണ്, ഡെല്ല അവളുടെ ലോങ് ഹെയർ സാക്രിഫൈസ് ചെയ്ത് ജിമ്മിന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ ഡെല്ല ഒരു സാക്രിഫൈസിങ് ലേഡിയാണ്. പിന്നെ ഇമോഷണൽ ആണ്. ഡെല്ല കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാമല്ലേ. തുടക്കം തൊട്ട് അവസാനം വരെ ഡെല്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിമ്മിന് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം, ഈ വർഷവും ഈ ക്രിസ്മസിനും എനിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഡെല്ല ചിന്തിക്കുന്നുണ്ട്. ഇമോഷണൽ ആണ്, ലവിങ് ആണ്. ഇതൊക്കെയാണ് ഡെല്ലയുടെ ക്യാരക്ടറിലെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമുക്ക് അടുത്തത്. എന്താണ്? ബി നൗ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഡെല്ല. ഇനി നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഡെല്ലയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. അതിനു മുമ്പ് അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മേ ഹെൽപ്പ് യു ക്രിയേറ്റ് എ ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മളെ ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം.
ആദ്യത്തെ എന്താണ്, ഈസ് ദ ക്യാരക്ടർ ദ പ്രൊട്ടഗോണിസ്റ്റ് ഓർ സപ്പോർട്ടിംഗ് ക്യാരക്ടർ. ആദ്യത്തെ പോയിന്റ് വരുന്നത് ഈ കഥയിലെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മുഖ്യ കഥാപാത്രമാണോ അതോ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സൈഡിലെ ക്യാരക്ടർ ആണോ എന്നാണ്. ഇപ്പോൾ ഡെല്ല മെയിൻ ക്യാരക്ടർ ആണ് അല്ലേ, ഡെല്ല ഈ സ്റ്റോറിയിലെ പ്രൊട്ടഗോണിസ്റ്റ് തന്നെയാണ്. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നായിക അല്ലെങ്കിൽ നായകനെയാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ക്യാരക്ടർ. എന്തൊക്കെയായാലും ചോദിച്ചിരിക്കുന്നത് ഏജ്, അപ്പിയറൻസ്, എറ്റയർ ആൻഡ് സോ ഓൺ. അടുത്തത് ഡെല്ലയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രായം, കാണാൻ എങ്ങനെയുണ്ട്, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അവരുടെ ശരീരത്തിലെ പ്രത്യേകതകൾ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അതും നമുക്കറിയാലേ, ഡെല്ലയുടെ ലോങ് ഹെയർ ആണ് ഡെല്ലയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചർ. അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ആർ ദ മെയിൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഓഫ് ദ ക്യാരക്ടർ. ആർ ദേ കൈൻഡ്, ബ്രേവ്, ഷൈ, സെൽഫ്ലെസ് ഓർ അതർവൈസ്. ഡെല്ലയുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്, അവര് ദയയുള്ള ആളാണോ അല്ലെങ്കിൽ ധൈര്യശാലിയാണോ, സെൽഫ്ലെസ് ആണോ, നിസ്വാർത്ഥയാണോ, അതോ അതിനൊക്കെ ഓപ്പോസിറ്റ് ആണോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദ ക്യാരക്ടർ. കഥാപാത്രത്തിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ്. How would you describe the character's goals, desires, fears, motives, key actions, social status, health and so on. ആ കഥാപാത്രത്തിന്റെ ഗോൾസ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പേടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അവരുടെ ഏത് നിലയിലാണ് നിൽക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്. ഈ കഥയിലെ മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് ഡെല്ലയ്ക്ക് എന്താണ് ബന്ധം, എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പ് എന്നാണ്. അത് നമുക്കറിയാലേ ജിമ്മുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. വാട്ട് ചാലഞ്ചസ് ഓർ കോൺഫ്ലിക്ട്സ് ഡസ് ദ ക്യാരക്ടർ ഫേസ്. ഈ കഥാപാത്രം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അടുത്തത് ഹൗ ഡസ് ദ ക്യാരക്ടർ ഇവോൾവ് ഇൻ ദി കോഴ്സ് ഓഫ് ദ സ്റ്റോറി. കഥയുടെ അവസാനമാകുമ്പോഴേക്കും ഈ കഥാപാത്രം എങ്ങനെയാണ് മാറുന്നത് എന്നാണ്. അപ്പം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനായിട്ട് പറ്റും. കാരണം ഡെല്ലയുടെ സ്വഭാവത്തിലെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ കഥയിലെ മറ്റ് കഥാപാത്രങ്ങളായിട്ടുള്ള ബന്ധം, കഥയുടെ അവസാനത്തേക്ക് വരുമ്പോൾ ഡെല്ലയുടെ സ്വഭാവത്തിലുള്ള മാറ്റം, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക, പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു നല്ല ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഡെല്ല ഇസ് ദ പ്രൊട്ടാഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ്. എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ഡെല്ല. ഷീ ഈസ് എ യങ് ലവിംഗ് വുമൻ ഹു ലിവ്സ് എ പുവർ ബട്ട് ഹാപ്പി ലൈഫ് വിത്ത് ഹർ ഹസ്ബൻഡ് ജിം. ഡെല്ല എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരിയാണ്, യങ് ആണ്, ഒരു ലവിംഗ് വുമൺ ആണ്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്. ഹു ലിവ്സ് എ പുവർ ബട്ട് ഹാപ്പി, വളരെ ദാരിദ്ര്യമാണെങ്കിലും വളരെ സന്തോഷമായിട്ട് ജിം എന്നുള്ള ഹസ്ബൻഡിനോടൊപ്പം ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഷീ ഹാസ് ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ വിച്ച് ഷീ വാല്യൂസ് ഗ്രേറ്റ്ലി. ഡെല്ലയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു നീളമുള്ള ഒരു വാട്ടർഫോൾ പോലെയുള്ള ഒരു മുടിയാണ് ഡെല്ലയ്ക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. അതിന് വളരെയധികം വാല്യൂ ഡെല്ല കൊടുക്കുന്നുണ്ട്. ഡെല്ല ഈസ് കൈൻഡ് ഹാർട്ടഡ്, ഇമോഷണൽ ആൻഡ് ഡീപ്ലി ഡിവോട്ടഡ് ടു ഹെർ ഹസ്ബൻഡ്. എന്തൊക്കെയാണ്, വളരെ ദയയുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വൈകാരികമായിട്ടുള്ള, അതുപോലെ തന്നെ ഭർത്താവിനോട് വളരെയധികം സ്നേഹമുള്ള ഒരു ക്യാരക്ടറാണ് ഡെല്ല. Though she has very little money, she dreams of giving Jim a worthy Christmas gift. കയ്യിൽ വളരെ കുറച്ച് പൈസ, കുറച്ച് ഡോളേഴ്സേ ഉള്ളൂ എങ്കിലും ജിമ്മിന് ഒരു നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ഡെല്ലയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. ഹെർ ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ഈസ് ഹെർ സ്പിരിറ്റ് ഓഫ് സാക്രിഫൈസ്. ഡെല്ലയുടെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ത്യാഗം ചെയ്യാനുള്ള ഒരു മനോഭാവമാണ്. Without hesitation, she sells her beautiful hair to buy a gift for Jim. ഒരു മടിയും കൂടാതെ ഡെല്ലയുടെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ഹെയർ ജിമ്മിന് ഒരു സമ്മാനം വാങ്ങാനായിട്ട് ഡെല്ല വിൽക്കുകയാണ്. ഷീ ഈസ് സെൻസിറ്റീവ് ആൻഡ് ഇമോഷണൽ ബട്ട് ഓൾസോ ബ്രേവ് ആൻഡ് ഡിറ്റർമിൻഡ്. ഡെല്ല ഒരു ഇമോഷണൽ ആയിട്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്, പെട്ടെന്ന് കരയുന്നതൊക്കെ നമുക്ക് കാണാമല്ലേ, പക്ഷെ ബ്രേവ് ആൻഡ് ഡിറ്റർമിൻഡ് ആണ്, വളരെ ധൈര്യമുണ്ട്. കാരണം ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഡെല്ല അവളെ മുടി വിറ്റിട്ടായാലും ആ ഗിഫ്റ്റ് വാങ്ങുകയാണ്. അപ്പം ബ്രേവ് ആൻഡ് ഡിറ്റർമിൻഡ് ആണ്, ഒരു കാര്യം ചെയ്യാനായിട്ട് ദൃഢനിശ്ചയം എടുത്താൽ അത് കംപ്ലീറ്റ് ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. Della shares a strong and loving relationship with Jim based on mutual trust and understanding. ഡെല്ലയും ജിമ്മുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവിങ് റിലേഷൻഷിപ്പാണ്, വളരെ സ്നേഹത്തിലുള്ള ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്നേഹമാണ്, ഒരു മ്യൂച്വൽ ട്രസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസവും സ്നേഹത്തിലുമാണ് ഇവരുടെ ബന്ധം നിലനിൽക്കുന്നത്. ഹർ മെയിൻ കോൺഫ്ലിക്റ്റ് ഈസ് പോവർട്ടി ബട്ട് ഷീ ഓവർകംസ് ഇറ്റ് വിത്ത് ലവ്. ഡെല്ലയുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രശ്നം, അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്, പക്ഷെ സ്നേഹം കൊണ്ട് ഡെല്ല അതിനെ തരണം ചെയ്യാണ്. ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഡെല്ല ഗ്രോസ് ഇമോഷണലി സ്ട്രോങ്ങർ ആൻഡ് വൈസർ, റിയലൈസിംഗ് ദറ്റ് ട്രൂ വെൽത്ത് ലൈസ് ഇൻ ലവ് നോട്ട് പൊസഷൻസ്. ഇപ്പോൾ കഥയുടെ അവസാനമാകുമ്പോഴേക്കും ഡെല്ലയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഡെല്ലയുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം വരികയാണ്. എന്താണ്, ഇമോഷണലി സ്ട്രോങ്ങർ ആവാണ് ഡെല്ല.
എങ്ങനെയാണ് ഡെല്ല ഇമോഷണലി സ്ട്രോങ്ങർ ആവുന്നത്? ഡെല്ല തിരിച്ചറിയാണ് മെറ്റീരിയൽ ആയിട്ടുള്ള പൊസിഷൻസിനേക്കാളും അല്ലെങ്കിൽ പണത്തെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രൂ ലവ്, പരസ്പര സ്നേഹവും വിശ്വാസവും എന്ന്. അങ്ങനെ ഡെല്ലയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഇമോഷണലി ഡെല്ല സ്ട്രോങ്ങർ ആവുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഡെല്ലയുടെ ക്യാരക്ടർ സ്കെച്ച് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് കിട്ടിയല്ലേ. അപ്പം എന്തൊക്കെയാണ്? ഡെല്ല പ്രൊട്ടാഗോണിസ്റ്റ് ആണോ എന്നാണ് ആദ്യത്തെ ചോദ്യം, അത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെല്ലയുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, അതിൽ ലോങ് ഹെയർ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, യങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെല്ലയുടെ മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ജിമ്മായിട്ടുള്ള റിലേഷൻഷിപ്പ് വഴി നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഡെല്ലയുടെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്, ഡെല്ല ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്, പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്നുണ്ട്. പിന്നെ ഡെല്ലയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസിങ് ഉള്ള ഒരു മനോഭാവമാണ്, ത്യാഗം ചെയ്യാനുള്ള ഒരു മനോഭാവമാണ്. അതുപോലെ തന്നെ കഥയുടെ അവസാനം എന്തൊരു ചേഞ്ചാണ്, എങ്ങനെയാണ് ഡെല്ല ഇവോൾവ് ആവുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഡെല്ല ഇമോഷണലി കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവുകയാണ്, ട്രൂ ലവ് ആണ് ഈ പൊസഷൻസിനേക്കാളും ഗിഫ്റ്റ്സിനേക്കാളും എന്ന് ഡെല്ല തിരിച്ചറിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഡെല്ലയുടെ ക്യാരക്ടർ സ്കെച്ച് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ജിമ്മിന്റെയും ക്യാരക്ടർ സ്കെച്ച് എഴുതാം അല്ലേ. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഏത് സ്റ്റോറി ആണെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കി വെക്കുക. എങ്ങനെയാണ് ക്യാരക്ടർ, എങ്ങനെയാണ് മറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ബന്ധം, ആ ക്യാരക്ടർ നേരിടുന്ന പ്രശ്നം അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത്, ഇങ്ങനത്തെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് വേറെ ഏതൊരു സ്റ്റോറിയുടെയും ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡെല്ലയുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങളും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എക്സാമിനായാലും നമുക്ക് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Della sells her beautiful hair to Miss Sofroni to buy a gift for Jim. A transcript of the conversation between Della and Mrs. Sofroni is given. Complete the dialogue. വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്. എന്താണ്? ഡെല്ല മിസ്സസ് സോഫ്രോണിയുടെ അടുത്താണ് ഹെയർ സെല് ചെയ്യാനായിട്ട്, മുടി വിൽക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മിസ്സസ് സോഫ്രോണിയും ഡെല്ലയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഓൾറെഡി നമുക്കിവിടെ 2 എക്സ്ചേഞ്ചുകൾ തന്നിട്ടുണ്ട്, ബാക്കിയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അല്ലേ. ആ ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡെല്ല, എക്സ്ക്യൂസ് മീ മാം, വിൽ യു ബൈ മൈ ഹെയർ? എക്സ്ക്യൂസ് മീ മിസ്സസ് സോഫ്രോണി, നിങ്ങൾ എൻ്റെ മുടി വാങ്ങുമോ എന്ന് ചോദിക്കുന്നു. മിസ്സസ് സോഫ്രോണി എന്താ പറയുന്നത്? ഓഫ് കോഴ്സ് ഐ ബൈ ഹെയർ, ലെറ്റ് മീ സീ. ഓഫ് കോഴ്സ് ഞാൻ അത് ചെയ്യുന്ന ആളാണ്, ആദ്യം മുടി നോക്കട്ടെ എന്നാണ് പറയുന്നത്. ബാക്കി നമുക്ക് ആ ഇമേജ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ലെറ്റ് മീ സീ യുവർ ഹെയർ, ടേക്ക് ഓഫ് യുവർ ഹാറ്റ് ചൈൽഡ്. ഇതാണ് അതിലെ ഡയലോഗ്. അപ്പൊ അടുത്തത് എന്താ വരിക? ഡെല്ല പറയാണ് ഹിയർ ഇറ്റ് ഈസ് മാം, പ്ലീസ് ലുക്ക് അറ്റ് ഇറ്റ്. ഇതാണ് പ്ലീസ് ഒന്ന് നോക്കൂ. മിസ്സസ് സോഫ്രോണി, ഇറ്റ് ഈസ് വെരി ഫൈൻ ഹിയർ, ഐ വിൽ ഗിവ് യു $20. അപ്പൊ മിസ്സസ് സോഫ്രോണി പറയാണ് വളരെ നല്ല ഹെയർ ആണ്, ഞാൻ നിനക്ക് $20 തരാം. Della, please give it to me quickly. I need the money urgently. അപ്പോൾ വേഗം എനിക്ക് തരൂ, എനിക്ക് വളരെ അത്യാവശ്യമുണ്ട് ഇത് കിട്ടിയിട്ട്. മിസ്സസ് സോഫ്രോണി, ഓൾ റൈറ്റ്, സിറ്റ് ഡൗൺ, ഐ വിൽ കട്ട് ഇറ്റ് നൗ. ഓക്കെ, ഇരിക്കും, ഞാനിപ്പോൾ കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റോറിയിൽ കണ്ട അതേ കാര്യങ്ങളാണ് അല്ലെ, $20 തരാം, വേഗം തരൂ, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നോക്കാനായിട്ട് അവിടെ ഇമേജും തന്നിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3. You are familiar with the idea of hot seat, aren't you? നിങ്ങൾ ഹോട്ട് സീറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? The person in the hot seat answers questions from a group, taking the role of a historical figure, a celebrity or a literary character. ഒരാൾ ഹോട്ട് സീറ്റിൽ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ലിറ്റററി ഫിഗർ ആയിട്ടോ അല്ലെങ്കിൽ ചരിത്രത്തിലുള്ള ഒരാളായിട്ടോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി തന്നെ ഗാന്ധിജി എന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുകയാണ്. ബാക്കി കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് ഗാന്ധിജിയോട് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ കുട്ടി ഗാന്ധിജി എന്ന രീതിയിൽ ഉത്തരം തരും. ഇതാണ് ഹോട്ട് സീറ്റ് എന്നുള്ള പ്രോഗ്രാം. The activity requires quick thinking and well-structured responses. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം ക്വിക്ക് തിങ്കിങ് ആണ്. ചോദ്യത്തിനനുസരിച്ച് ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഉത്തരം പറയാനായിട്ട്. അതുപോലെ തന്നെ വെൽ സ്ട്രക്ചേർഡ് റെസ്പോൺസസ് ആയിരിക്കണം. നല്ല രീതിയിലുള്ള ഉത്തരങ്ങളും കുട്ടി കൊടുക്കണം, ഹോട്ട് സീറ്റിലിരിക്കുന്ന വ്യക്തി കൊടുക്കണം. സം ഓഫ് വിച്ച് മേ ബി ഏബിൾ ടു ക്വൈറ്റ് വിറ്റി. അതുപോലെ തന്നെ നമുക്ക് കോമഡി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഷാൽ വി നൗ അറ്റംപ്റ്റ് എ സിമിലർ പ്രോഗ്രാം, മീറ്റ് ദ ക്യാരക്ടർ. അപ്പൊ നമുക്ക് അതുപോലെ ഒരു പ്രോഗ്രാം ചെയ്യാം. പേര് പറഞ്ഞിരിക്കുന്നത് മീറ്റ് ദ ക്യാരക്ടർ എന്നാണ്. അതായത് ഈ കഥാപാത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്നുള്ള രീതിയിൽ. നമ്മൾ പഠിച്ച സ്റ്റോറിയിലെ ഡെല്ലയോ അല്ലെങ്കിൽ ജിമ്മോ ആയിട്ട് ഒരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടിയോട്, ഡെല്ലയ്ക്കോ ജിമ്മിനോടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതാണ് ഈ ഹോട്ട് സീറ്റ് എന്നുള്ള പ്രോഗ്രാം.
ലെറ്റ്സ് ഡിസ്കസ് ആൻഡ് ലിസ്റ്റ് ദ കീ സ്റ്റെപ്സ് ഓഫ് ദ ആക്ടിവിറ്റി. അപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ആദ്യം നമ്മളോട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി 2 കാര്യങ്ങൾ. സെലക്ട് എ പേഴ്സൺ ടു പ്ലേ ദ റോൾ ഓഫ് ദ ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിന്റെ റോൾ ആരാണോ ചെയ്യുന്നത് അതിനുള്ള വ്യക്തിയെ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ഏത് കുട്ടിയാണ് ഡെല്ല അല്ലെങ്കിൽ ജിമ്മിന്റെ ക്യാരക്ടറായിട്ട് ഇരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കുക. പ്രിപ്പയർ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി പോസ്റ്റ് ടു ദി ക്യാരക്ടർ. ആ കഥാപാത്രത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെക്കുക. അടുത്തത് എന്തൊക്കെയായിരിക്കും? ദി ക്യാരക്ടർ ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് കോൺഫിഡൻ്റ്ലി. വളരെ ആത്മവിശ്വാസത്തോടു കൂടി വേണം ഈ കഥാപാത്രം ചോദ്യങ്ങളെ ഉത്തരം പറയാനായിട്ട്. ദ ഓഡിയൻസ് ലിസൺസ് ആൻഡ് ഇന്ററാക്ട്സ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല അതിനോട് നമുക്ക് എന്തെങ്കിലും റെസ്പോൺസ് പറയണമെങ്കിൽ ഓഡിയൻസിന് പറയാവുന്നതാണ്. കൺക്ലൂഡ് വിത്ത് റിഫ്ലക്ഷൻസ് ഓൺ ദ ക്യാരക്ടർ. എന്നിട്ട് ക്യാരക്ടറിനെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടായത്, എന്തൊക്കെയാണ് ക്യാരക്ടറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്, അതൊക്കെ പറഞ്ഞ് ഒരു റിഫ്ലക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മീറ്റ് ദ ക്യാരക്ടർ അല്ലെങ്കിൽ ഹോട്ട് സീറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൗ പ്രിപ്പയർ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി പോസ്റ്റ് ടു ദ ക്യാരക്ടർ യു ചൂസ്. നമ്മുടെ ടെയിൽ ഓഫ് 2 ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറിയിലെ 2 ക്യാരക്ടേഴ്സാണ് ഡെല്ലയും ജിമ്മും അല്ലേ. അപ്പോൾ ഡെല്ലയോടും ജിമ്മിനോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഡെല്ലയോട് ചോദിക്കാനായിട്ട് എന്താണ്? ഡെല്ല, വൈ ഡിഡ് യു ഡിസൈഡ് ടു സെൽ യുവർ ഹെയർ? ഡെല്ല, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുടി വിൽക്കാനായിട്ട് തീരുമാനിച്ചത് എന്ന്. അപ്പോൾ ഡെല്ലയായിട്ടിരിക്കുന്ന കുട്ടിക്ക് പറയാം അല്ലേ, ഞാൻ ജിമ്മിനൊരു ഗിഫ്റ്റ് കൊടുക്കണം, അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വാങ്ങാനായിട്ട് ഇത്രയും പൈസ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വിറ്റത് എന്ന് പറയാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ടു ജിം. ജിമ്മിനോട് എന്താണ് ചോദിക്കുന്നത്? ജിം, ടെൽ us മോർ അബൌട്ട് യുവർ ഗിഫ്റ്റ് ഫോർ ഡെല്ല. ഡെല്ലയ്ക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയ ഗിഫ്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി 2 ചോദ്യങ്ങളും നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് ആ ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ മീറ്റ് ദ ക്യാരക്ടർ എന്നുള്ളൊരു പ്രോഗ്രാം നടത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡെല്ലയോട് ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് വൺ ഓൾറെഡി തന്നതാണ്. ഡെല്ല, വൈ ഡിഡ് യു ഡിസൈഡ് ടു സെൽ യുവർ ഹെയർ? അടുത്തത്, വർ യു എഫ്രൈഡ് ഓഫ് ജിംസ് റിയാക്ഷൻ? ജിമ്മിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നോ? അടുത്തത്, വാട്ട് ഡസ് ക്രിസ്മസ് മീൻ ടു യു? ക്രിസ്മസ് എന്നാൽ നിങ്ങൾക്ക് എന്താണ്? ക്രിസ്മസ് എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് എന്നാണ്. അടുത്തത്, ഡു യു റിഗ്രറ്റ് യുവർ ഡിസിഷൻസ്? നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ? ഇതൊക്കെയാണ് ഡെല്ലയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പം നമുക്ക് ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയാമല്ലേ, അപ്പം അതനുസരിച്ച് അതിനുള്ള ഉത്തരം പറയാം. ക്രിസ്മസിനെ പറ്റിയൊക്കെ ഡെല്ല അതിൽ പറയുന്നുണ്ട്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കാനുള്ള സമയമാണ് എന്നൊക്കെ ജിമ്മിനോട് പറയുന്നുണ്ട്. ഹാപ്പി ആയിരിക്കാനുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ പ്ലീസ് എന്നോട് നന്നായിട്ട് റിപ്ലൈ ചെയ്യണം എന്നൊക്കെ ജിമ്മിനോട് പറയുന്നുണ്ടല്ലേ. അതൊക്കെ വെച്ച് നമുക്ക് ഡെല്ലയുടെ റെസ്പോൺസ് പറയാം. അടുത്തത് ജിമ്മിനോടുള്ള ചോദ്യമാണ്. ജിം, ടെൽ us മോർ അബൌട്ട് യുവർ ഗിഫ്റ്റ് ഫോർ ഡെല്ല. അടുത്തത്, വൈ ഡിഡ് യു സെൽ യുവർ ഗോൾഡ് വാച്ച്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗോൾഡ് വാച്ച് വിറ്റത്? വുഡ് യു വാല്യൂ മോർ, ലവ് ഓർ വെൽത്ത്? ധനമാണോ സ്നേഹമാണോ, രണ്ടിലെ ഏതിനാണ് നിങ്ങൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നത്? നല്ലൊരു ചോദ്യമാണ് അല്ലേ. അടുത്തത്, ഹൗ ഡിഡ് യു ഫീൽ വെൻ യു സോ ഡെല്ല സാക്രിഫൈസ്? ഡെല്ലയുടെ ഹെയർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അതാണ് ജിമ്മിനോടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി നിങ്ങൾ ക്ലാസ്സിൽ മീറ്റ് ദി ക്യാരക്ടർ എന്നുള്ള ഒരു പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് ആ ക്യാരക്ടറിനെ പറ്റി കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആക്ടിവിറ്റിയോട് കൂടിയിട്ട് നമ്മളുടെ ഈ ടെയിൽ ഓഫ് 2 ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് കഴിയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും എല്ലാ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തു. അടുത്ത ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.